ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന അദ്ദേഹം ന്യായീകരിച്ചുവെങ്കിൽ പോലും അത് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വളരെ അസ്ഥാനത്ത് നടത്തിയ ഒരു പ്രയോഗം, VS അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ കവർ ചെയ്യുന്നതിനിടയിലാണ് അദ്ദേഹം വളരെ വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയത്. അത് ഉമ്മൻചാണ്ടിയോട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വിനായകൻ ഇതിനു മുന്നേ ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. എൻ്റെ അപ്പനും ചത്തു, നിന്റെ അപ്പനും ചത്തു എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി മരിച്ച സമയത്താണ്. പക്ഷേ VS മരിച്ച സമയത്ത് സമാനമായിട്ടുള്ള ഒരു സംഭവം വന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു ചർച്ചയുണ്ടായിരുന്നു. മാത്രമല്ല വിനായകൻ അഭിവാദ്യം അർപ്പിക്കുന്ന ഒരു വീഡിയോ കൂടി വന്നിരുന്നു. വിനായകൻ കഴിഞ്ഞ ദിവസം സമാനമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നെയും ഇട്ടു. അതില് ബാക്കിയെല്ലാ വരികളും നോക്കിയിട്ട് എനിക്കുന്നു, പക്ഷെ 4 വരികൾ അതും ഈ പറഞ്ഞതുപോലെ അസ്ഥാനത്തുള്ള വരിയായിട്ട് എനിക്ക് തോന്നിയത്. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് റിയാക്ഷൻ എടുത്തിട്ടുള്ളത്. ആദ്യം അരുൺകുമാറിന്റെ ന്യായീകരണ വീഡിയോ കാണാം. അത് കഴിഞ്ഞിട്ട് ഒറിജിനൽ വീഡിയോയിൽ ചില കാര്യങ്ങൾ കേൾപ്പിച്ചു തരാം. ഒരു പ്രേക്ഷകൻ പറയുന്നു, എന്താണ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞതെന്ന് പറയുന്നു. ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒരു വാക്ക് പോലും സൂചിപ്പിച്ചിരുന്നില്ല. ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ അയച്ചു തന്ന ഒരു പോസ്റ്റ് ആയിരുന്നു അത്. ആ പോസ്റ്റിലെ ചില വരികൾ ഉദ്ധരിക്കുകയായിരുന്നു. അത് ഉദ്ധരിക്കുന്ന സമയത്ത് തികച്ചും ഭൗതികവാദിയായ VS അച്യുതാനന്ദന് ഈശ്വരവിശ്വാസം ഉണ്ടോ എന്നൊരു ചോദ്യം തൽക്കാലത്ത് ചോദിച്ചിരുന്നു. അന്ന് VS അതിന് കൃത്യമായ മറുപടിയും പറഞ്ഞു. അമ്മയും അച്ഛനെയും നഷ്ടപ്പെട്ട ഒരു അനാഥ ബാല്യത്തിലാണ് പിന്നീട് ഈശ്വരനെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് തോന്നിയത് എന്ന് പറഞ്ഞ ഒരു VS ഉണ്ടായിരുന്നു. തികഞ്ഞ ഭൗതികവാദിയായിരുന്ന VS ചുടുകാട്ടിൽ എരിഞ്ഞമരുമ്പോൾ VSന് വേണ്ടി ഏതെങ്കിലും ക്ഷേത്രങ്ങളോ പള്ളികളോ ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ VS ജീവിച്ചിരുന്നപ്പോഴാണ് VS എന്ന് പറയുന്ന ജനകീയനായ നേതാവിനെ നമ്മൾ ഹൃദയത്തിലെടുത്തത്. ഉമ്മൻചാണ്ടി അങ്ങനെ തന്നെയാണ്. ജീവിച്ചിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ഏറ്റവും ജനകീയനായ നേതാവായിരുന്നില്ലേ? കോൺഗ്രസിലെ ഏറ്റവും വാഴ്ത്തപ്പെട്ട നേതാവായിരുന്നില്ലേ? ജീവിച്ചിരിക്കുന്ന വേളയിൽ പോലും അത്രമേൽ ജനങ്ങളെ ചേർത്തു പിടിച്ച നേതാവാണ്. പക്ഷേ മരണശേഷം ഒരു നേതാവിന്റെ ഭക്തരായി തീരാനല്ല, ആ നേതാവ് നമ്മളിൽ കൊളുത്തിയ ആശയങ്ങൾ മുറുകെ പിടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പറഞ്ഞത് മറ്റാരുമല്ല, അത് അംബേദ്കറാണ്. ഇതാണ് അരുൺകുമാറിന്റെ ന്യായീകരണം. തുടർന്ന് അങ്ങോട്ട് പിന്നീട് സംസാരിക്കുന്നുണ്ട്. ഇതിൽ പറയുന്ന കാരണം ഒന്ന് അംബേദ്കറിന്റെ കോട്ട്, രണ്ടാമതായിട്ട് പറയുന്നത് VS ജനകീയനായ നേതാവായിരുന്നു, ഉമ്മൻചാണ്ടി ജനകീയനായ നേതാവായിരുന്നു എന്നാണ്. ഇതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവുന്നു മിസ്റ്റർ അരുൺകുമാർ. പക്ഷേ ഇന്നലെ നിങ്ങൾ പറഞ്ഞതിൽ ഞാൻ ഉമ്മൻചാണ്ടിയെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരായിരിക്കണം കേരളത്തിലുള്ള ജനങ്ങൾ. നിങ്ങളിടക്ക് മാധ്യമപ്രവർത്തകർ മീറ്റ് ദി എഡിറ്റേഴ്സിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് അവിശ്വസനീയമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ കഴിക്കുന്നത് ചോറല്ലേ എന്നൊരു ചോദ്യം. അത് തന്നെയാണ് തിരിച്ച് ചോദിക്കാനുള്ളത്. അരുൺകുമാർ, ഞങ്ങളൊക്കെ കഴിക്കുന്നത് ചോറല്ലേ? ഒരു പ്രസ്താവന കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധ്യം ഞങ്ങൾക്കില്ല. അല്ലെങ്കിൽ അരുൺകുമാർ വിചാരിക്കുന്നുണ്ട് അരുൺകുമാർ മാത്രമാണ് സർവജ്ഞാനിയായിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് വലിയ ബഹുമാനമുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ ഒരുപാട് വായിക്കുന്ന ആളെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചർച്ചകളിലായാലും ഒരുപക്ഷെ നിങ്ങളൊരു ഗവേഷണ വിദ്യാർത്ഥി ആയിരുന്നല്ലോ. അതുകൊണ്ടായിരിക്കണം പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിവുണ്ട്. പല ചരിത്ര സംഭവങ്ങളിൽ അല്ലെങ്കിൽ പല പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ചർച്ചയിൽ ചില കാര്യങ്ങൾ കോട്ട് ചെയ്യുമ്പോൾ ആ വിധത്തിൽ നിങ്ങൾക്ക് അറിവുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ള മറ്റൊരു കാര്യം, ഈ മീറ്റ് ദി എഡിറ്റേഴ്സ് തന്നെ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ അല്ലെങ്കിൽ പറയുന്ന ആളുകളെ അടിച്ചിരുത്തണം എന്നതോടെ അല്ലെങ്കിൽ താൻ പിടിച്ച മുയലിന് 3 കൊമ്പാണെന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കണ്ണടച്ചിരുന്ന് ഇരുട്ടാക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം എന്തായിരുന്നു? അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല. മെഴുകുതിരി കത്തിച്ചാരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക് നിരത്തുകയോ ഉണ്ടാകില്ല. ഒരു പുണ്യാളവനായി സ്വയം അടയാളപ്പെടുത്തിയല്ല VS വിടവാങ്ങുന്നത്. VS നമ്മുടെയൊക്കെ ഇടനെഞ്ചിലേക്ക് ഒരു തീ കോരിയിട്ട് ഞാൻ കൊളുത്തിയ തീ നിങ്ങൾ കെടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് യാത്രയാകുന്നത്. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പാഴൂർ പഠിപ്പുര വരെ പോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ സംഭവം നമ്മൾ കണ്ടിട്ടുള്ളത് ഉമ്മൻചാണ്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനുശേഷം അവിടെ നടന്നിട്ടുള്ള കല്ലറയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ. ആളുകൾ പോയി മെഴുകുതിരി കത്തിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സാമുദായിക പത്രങ്ങൾ എന്നൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് സാധാരണക്കാരന് മനസ്സിലാകും. അവരൊക്കെ അദ്ദേഹത്തെ ഒരു പുണ്യാളനായിട്ട് മാറ്റുന്നു. ഇതൊക്കെ ശരിയാണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, അതായത് നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു ഭൗതികവാദി എന്നൊക്കെ വിചാരം, അല്ലെങ്കിൽ ഒരു യുക്തിയോടെ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതൊക്കെ ആളുകളുടെ സ്നേഹമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. ആളുകളുടെ സ്നേഹം കൊണ്ടുപോയി തിരികെത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഒരു പ്രശ്നമുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. അല്ലെങ്കിൽ ആളുകൾ ആദരവ് കൊണ്ട് അവിടെ പോകുന്നു കാണുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആയാലും VSനെ നമ്മൾ കണ്ട കാര്യമാണ്. ആ ശവശരീരം വഹിച്ചു കൊണ്ടുപോകുന്ന ബസ്സിലേക്ക് ആ ബസ്സിന്റെ എത്തുന്ന ആളുകൾ ഏകദേശം ഒരേപോലെ തന്നെയാണ് ആളുകൾ എത്തുന്നത്. നമ്മൾക്ക് വേണമെങ്കിൽ അത് അങ്ങനെയുള്ള ആളാണ് ഇങ്ങനെയുള്ള ആളെന്ന് പറയാം. പക്ഷെ രണ്ടുപേരും ജനകീയരായ നേതാക്കളായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ചിലപ്പോൾ വിശ്വാസത്തിന്റെ പുറത്ത്, കാരണം ക്രൈസ്തവ സഭയുടെ വിശ്വാസം അനുസരിച്ച് സാധാരണ ജനിച്ചു വളർന്ന ആളുകൾ, സാധാരണ മനുഷ്യരൊക്കെ പുണ്യാളന്മാരായി തീരാറുണ്ട്.
അതിനിപ്പോൾ പ്രത്യേകിച്ച് വിശുദ്ധ വസ്ത്രം ധരിച്ച് ജീവിക്കണമെന്നില്ല. ലേമൻസായ ആളുകളൊക്കെ പുണ്യാളന്മാരായ ചരിത്രം ക്രൈസ്തവ സഭയ്ക്കുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന പോലെ ജനകീയന ഒരു വ്യക്തി നാളെ പുണ്യാളൻ ആയിക്കൂടെ എന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് വിശ്വാസത്തിന്റെ വശത്ത് വെച്ചിട്ടാണ്, അല്ലാതെ യുക്തിയുടെ വശത്ത് വെച്ചിട്ടല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അന്ധവിശ്വാസമാണ്. അതിപ്പോൾ നിങ്ങൾ ഒരു മെഴുകുതിരി കത്തിച്ചതിന് ശേഷം ഞാൻ എക്സാമിൽ ജയിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നതും തൊട്ടപ്പുറത്ത് മന്ത്രവാദം നടത്തിയതിനു ശേഷം സ്വർണ്ണം ലഭിക്കുമെന്ന് പറഞ്ഞ് വിചാരിക്കുന്നതും ഒരേപോലെ അന്ധവിശ്വാസമാണ്. അതിന്റെ ഡിഗ്രി ഒന്ന് കയറി ഇറങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. കുറച്ച് തീവ്രമാണ് ഒരു സൈഡിൽ. ആളുകളെയൊക്കെ നരബലിയൊക്കെ നടത്തുന്നത് അങ്ങേറ്റം തീവ്രമായ കാര്യമാണ്. തിരി കത്തിക്കുന്നത് ചെറിയൊരു വേർഷനാണ്. മൊത്തത്തിൽ അന്ധവിശ്വാസം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ആ എക്സാമ്പിൾ എടുത്തത് ഒരാളെ ഇകഴ്ത്തിക്കൊണ്ട് മറ്റൊരാളെ ഉയർത്തി കാണിക്കാനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് അവസാന കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു. ഇനി അതല്ല എങ്കിൽ ഞാനത് വിട്ടുകളയുന്നു. പക്ഷെ അങ്ങനെ ഒരു പ്രയോഗം നിരന്തരമായിട്ട് ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം കണ്ട് വി എസ് അച്യുതാനന്ദൻ മരണപ്പെട്ട സമയത്ത് അവസാന കമ്മ്യൂണിസ്റ്റും യാത്രയായി എന്ന് പറഞ്ഞുള്ള പോസ്റ്റുകൾ അതെന്തുകൊണ്ട് ഇടുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളെ ഇടിച്ചു താഴ്ത്തുന്നതിന് വേണ്ടി മറ്റാൾ ഉയർത്തി കാണിക്കുന്നു എന്നതാണ്. അല്ലാതെ അത് വി എസിനോടുള്ള സ്നേഹം കൊണ്ട് ആൾക്കാർ പറയുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഉദാഹരണമായിട്ട് ഒരു പാട്ട്, ഇത് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റാണ്. നിങ്ങൾ നന്നായിട്ടൊരു പാട്ട് പാടുന്നു, നിങ്ങളെ കൂടെ ഇരിക്കുന്നവർക്ക് അഭിനന്ദിക്കുന്നു. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയുണ്ട്, നിങ്ങളുടെ കൂട്ടുകാരൻ എന്ന് പറയുന്ന വ്യക്തി. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ അഭിനന്ദനങ്ങൾ ലഭിക്കും, നിങ്ങൾ നന്നായിട്ട് പാടുന്നു ഒക്കെ അസൂയുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ നന്മപരമായിട്ട് കൂടി നടക്കുന്ന ഒരാൾക്ക് അത് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. പുറത്ത് കാണിക്കാതെ ആ വ്യക്തി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളെ പുകഴ്ത്തി പറയും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഭിനന്ദനം കിട്ടിക്കൊണ്ടിരിക്കും. അയാൾ പറയും ഐഡിയ സ്റ്റാർ സിംഗർ കണ്ടായിരുന്നു, അതിലൊരു പയ്യൻ എന്ത് സൂപ്പറായിട്ടാണ് പാടിയെന്ന് അറിയാവോ, ഈ പ്രായത്തിലൊക്കെ അവൻ എന്ത് അടിപൊളിയായിട്ടാണ് പാടുന്നത്, നമ്മളൊക്കെ ഈ പ്രായത്തിലായിട്ടും ഇത്രയൊക്കെ ആകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയാൾ ഐഡിയ സ്റ്റാർ സിംഗറിലെ പയ്യനെ പുകഴ്ത്തി പറയണമെന്ന്. അല്ല, അയാൾക്ക് ഐഡിയ സ്റ്റാർ സിംഗറിലെ പയ്യനെ പുകഴ്ത്തി പറയണമെന്ന് ഇഷ്ടമില്ല, ഈ തൻ്റെ കൂട്ടുകാരനെയും പുകഴ്ത്തി പറയുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഈ സമയത്ത് തൻ്റെ കൂട്ടുകാരനെ ഇടിച്ചു താഴ്ത്തുന്നതിന് വേണ്ടി മറ്റയാളെ പൊക്കി പറയുന്നതാണ്. അതുകൊണ്ടാണ് അവസാന കമ്മ്യൂണിസ്റ്റിന് യാത്ര എന്ന് പറയുന്നത്. അതായത് ബാക്കിയുള്ള ആളുകൾ ആരും കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറയുന്നതിന് വേണ്ടി ഒരാളെ പൊക്കി പറയുന്നതാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് ആദർശപരമായ കാര്യം. സമാനമായ രീതിയിലാണ് മിസ്റ്റർ അരുൺകുമാർ നിങ്ങൾ ഈ കാര്യം കൈകാര്യം ചെയ്തത്. ഒരാളെ പൊക്കി പറയുന്നതിന് മറ്റാൾ ഇടിച്ചു താഴ്ത്തുക. ഈ സംഭവങ്ങളൊക്കെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കാര്യമാണ്. അദ്ദേഹം ജനകീയന ഒരു നേതാവായിരുന്നു. നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ എക്സ്പ്ലനേഷൻ പറയുന്ന വീഡിയോ നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. ജനകീയന നേതാവായിരുന്നു, ആക്സസിബിളായ നേതാവായിരുന്നു. രണ്ടുപേരും രണ്ട് കാലഘട്ടത്തിലെ നേതാക്കന്മാരാണ്. ഇപ്പോൾ വി എസ് ഉണ്ടായിരുന്ന കാലത്തെ സാമൂഹിക പശ്ചാത്തലമല്ല ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ ഉള്ള കാലത്തുള്ള. അതുകൊണ്ട് രണ്ടുപേരെയും അങ്ങനെ കമ്പയർ ചെയ്യുന്നത് തന്നെ മണ്ടത്തരമാണ്. വി എസിന്റെ കാലം എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴേക്കും നമ്മൾ വിമോചന സമരം കാണുന്നുണ്ട്. വിമോചന സമരത്തിലെ മുദ്രാവാക്യം എന്തായിരുന്നു? തമ്പ്രാനെന്ന് വിളിപ്പിക്കും, പാളയിൽ കഞ്ഞി കുടിപ്പിക്കും എന്നാ പറഞ്ഞിരുന്നത്. കാരണം അങ്ങനെയുള്ളൊരു കാലഘട്ടം മുന്നേ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലേക്ക് നിങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്ന പറഞ്ഞത്. പാളയിൽ കഞ്ഞി കുടിക്കുമെന്ന് പറയുന്നത് പോലെ ഫാൻസിക്ക് വേണ്ടി നമ്മൾ ഇന്ന് എന്താ പറയുക എൻവയറമെന്റൽ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട് പാളയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്ലേറ്റിൽ കഴിക്കുന്ന കാര്യമല്ല പറയുന്നത്. മണ്ണിൽ കുഴി കുത്തിയിട്ട് ആ മണ്ണിനകത്തേക്ക് ഇല കുമ്പിൾ കുത്തിവെച്ച് അല്ലെങ്കിൽ പാള കുമ്പിൾ കുത്തിവെച്ച് അതിൽ കഞ്ഞി ഒഴിച്ച് കുടിപ്പിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകും. അടിയാളന്മാരും തമ്പ്രാന്മാരുമായിരുന്ന കാലഘട്ടത്തിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയി തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിച്ചു കൊണ്ടുവന്ന നേതാക്കന്മാരിൽ ഒരാളായിരുന്നു വി എസ്. ഇന്ന് നമ്മൾ സ്റ്റീൽ പാത്രങ്ങളിലും പളുങ്ക് പാത്രങ്ങളിലും ഫൈബർ പ്ലേറ്റ്സിലുമൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തിന്റെ താഴേക്കിടയിലായിരുന്ന പിന്നീട് ഇങ്ങോട്ട് ആകേണ്ടിയിരുന്ന ആളുകൾ ഇന്ന് ഇത്തരം സൗകര്യങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ഇതുപോലുള്ള നേതാക്കന്മാരോടാണ്. അതേസമയം ഉമ്മൻചാണ്ടിയുടെ ഒരു സാമൂഹിക പശ്ചാത്തലം മറ്റൊന്നാണ്. അദ്ദേഹവും പക്ഷേ ജനകീയനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ പിണറായിയുടെ മന്ത്രിസഭ പോലെ രണ്ടാം ടേം ഒരു സെക്കൻഡ് ടേം ലഭിക്കേണ്ടിയിരുന്ന മന്ത്രിസഭയായിരുന്നു. 3.5 വർഷം വരെ വളരെ സൂപ്പറായിട്ടാണ് ഭരിച്ചത്. നേരെ കൂപ്പുകുത്തുകയാണ്. സോളാർ വിഷയം വരുന്നു, ബാർക്കോഴ വിഷയം വരുന്നു, കടുംവിട്ട് വിഷയം വരുന്നു. അതുവരെ വളരെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിയുടെ ടീം പിന്നീട് അങ്ങോട്ട് വൈഡും നോബോളും ഒക്കെ എറിഞ്ഞ് തോറ്റുകൊടുത്ത ഒന്നായിരുന്നു. അല്ലെങ്കിൽ തുടർച്ച കിട്ടേണ്ടിയിരുന്ന ഒരു മന്ത്രിസഭയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്ന ജനകീയ മുഖമാണ്. ജനസമ്പർക്ക പരിപാടികളിലൂടെയൊക്കെ അദ്ദേഹം നേടിയെടുത്തൊരു ജനകീയ മുഖമുണ്ട്. ആ ഒരു മുഖമുള്ളത് കൊണ്ടാണ് ആളുകൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്. ആ ഒരു സംഭവത്തെയാണ് നിങ്ങൾ ഇടിച്ചു താഴ്ത്തിയിട്ട് വി എസിന് ഉയർത്തി പറയാൻ പറഞ്ഞത്. വി എസിന് ഉയർത്തി പറയാൻ ആ ഒരു കാര്യം പോലും ആവശ്യമില്ല. അവിടെ അദ്ദേഹത്തിന്റെ ഭൗതികവാദത്തെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. അച്ഛനും അമ്മയും മരണപ്പെട്ട ശേഷം പിന്നെ എന്ത് ദൈവം എന്ന് ചിന്തിച്ച ഒരൊറ്റ കാര്യം മാത്രം മതിയല്ലോ. പിന്നീട് എപ്പോഴും അദ്ദേഹം ഏതെങ്കിലും ദൈവത്തിന്റെ പിന്നാലെ ഓടുന്നത് കണ്ടിട്ടുണ്ടോ? അതിനുവേണ്ടി എന്തിനും ഉമ്മൻചാണ്ടി ഇടിച്ചാഴ്ത്തി പറയണം? ഇപ്പം നിങ്ങളിപ്പോൾ ഈ ന്യായീകരണം നടത്തിയാൽ പോലും അതിൽ വലിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇനിയും തിരുത്തേണ്ടിയിരിക്കുന്നു മിസ്റ്റർ അരുൺകുമാർ. ആ ഒരു കമ്പാരിസൺ ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. അത്
ആ സമയത്തിന് യോജിക്കാത്തൊരു കാര്യമാണ്, അങ്ങേയറ്റം മ്ലേച്ഛമായിട്ടുള്ള ഒരു കമ്പാരിസൺ കൂടിയാണ്. അംബേദ്കർ കോട്ടയതൊക്കെ ശരിയാ, നമ്മളൊരു നേതാക്കളെയും ദൈവങ്ങളായിട്ട് കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ആ കമ്പാരിസൺ നടത്തിയതിലെ ഔചിത്യമില്ലായ്മയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിന് തീർച്ചയായും നിങ്ങൾ മാപ്പ് പറയേണ്ടതുണ്ട്. അടുത്ത ഒരു സബ്ജക്റ്റ് കഴിഞ്ഞ ദിവസം വിനായകനിട്ട പോസ്റ്റാണ്. അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞിരുന്നു. ഇതിനു മുന്നേ ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് സമാനമായ പോസ്റ്റ് ഇട്ട് എൻ്റെ തന്തയും ചത്തു നിൻ്റെ തന്തയും ചത്തു എന്ന് പറഞ്ഞിട്ട്. ആ പോസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ തന്തയും ചത്തു, സഖാവ് VS ചത്തു, ഗാന്ധിയും ചത്തു, നെഹ്റുവും ചത്തു, ഇന്ദിരയും ചത്തു, രാജീവും ചത്തു, കരുണാകരൻ ചത്തു. ഇതുവരെയും ഒരു പ്രശ്നമല്ല. അത് വായിക്കുന്നതിലൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ഈ ചത്തു എന്ന് പറയുന്ന അദ്ദേഹം പറയുമ്പോൾ അതിനൊരു സാമൂഹിക പശ്ചാത്തലമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹം ജീവിച്ചു വരുന്നൊരു സാഹചര്യത്തെ, അല്ല അദ്ദേഹം നേരിട്ടിട്ടുള്ളൊരു സാഹചര്യത്തെ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. നമ്മളുടെ സാമൂഹിക പരിസ്ഥിതി എന്തായിരുന്നു? ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന രാജാവ് തീപ്പെടുകയും കാലം ചെയ്യുകയും കാലയവിനകൾക്കുള്ളിൽ മറയപ്പെടുകയും പിന്നീട് ഇങ്ങോട്ട് വരുന്നയാൾ അന്തരിക്കുകയും അതിന് താഴെയുള്ളവൻ മരിക്കുകയും ഏറ്റവും താഴേക്കിടയിലുള്ളവൻ പട്ടിയെപ്പോലെ ചാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന്, ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ വിനായകൻ പറയുന്നത് ശരിയാണ്. എൻ്റെ അപ്പൻ ചത്തു എന്നാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. അത് മുന്നേയുള്ളൊരു കാലഘട്ടമാണത്. ഏറ്റവും താഴേക്കിടയിൽ മരിക്കുമ്പോൾ ഒരു പട്ടി ചത്തു എന്ന് പറയുന്ന ലാഘവത്തോടെ അവൻ ചത്തു എന്ന് പറയും. വിനായകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ എല്ലാവരും ചാകുന്നവരാണ്. അല്ലാതെ ഒരാൾ അന്തരിക്കുന്നവനും മറ്റേയാൾ കാലയവനിക്കൽ മറിയുന്നവനും കാലം ചെയ്യുന്നവനും മരിക്കുന്നവനുമല്ല, എല്ലാവരും ചാകുന്നവനാണ്. അതുകൊണ്ട് തന്നെ അതുവരെയുള്ള കാര്യങ്ങൾ, കരുണാകരൻ ചത്തു എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒന്നും പറയാൻ നിങ്ങളുടെ ആ താരതമ്യം ചെയ്തിരിക്കുന്ന വിഷയത്തെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അടുത്ത 4 വരി എന്താണ് മിസ്റ്റർ വിനായകൻ? ഹൈബിയുടെ തന്ത ജോർജ് ഇടതും ചത്തു. നിങ്ങൾക്ക് അവിടെ തന്തയ്ക്ക് വിളിക്കണമെന്നുള്ള ആഗ്രഹം വന്നുകൊണ്ട് ചെയ്ത പരിപാടിയല്ലേ അത്? ജോർജ് ഈഡനും ചത്തു എന്ന് പറഞ്ഞ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു? അതിനേക്കാൾ ഭീകരമാണ് തൊട്ടടുത്ത വരി. നിന്റെ അമ്മയുടെ നായർ ചാണ്ടിയാണെങ്കിൽ അയാളും ചത്തു. ചത്തു എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒന്നും എനിക്ക് പറയാനില്ല. പക്ഷേ വിനായകനോട് ഞാൻ വന്ന് ചോദിക്കുകയാണ്, വിനായക നിന്റെ അമ്മയുടെ നായർ ചത്തു എന്ന് ചോദിച്ചാൽ വിനായകൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കും? എനിക്ക് തോന്നുന്നു വിനു എൻ്റെ കറം കുറ്റിങ്കിലും നിങ്ങൾ അടിക്കും, അല്ലെങ്കിൽ 4 തെറിയെങ്കിലും എന്നെ വിളിക്കും. കാരണം അവിടെ അത് പ്രയോഗിക്കപ്പെടുന്നത് ഒരാളെ അപമാനിക്കാനാണ്. നിങ്ങൾ ഈ പറയുന്ന ഒരു സമീകരണം അവിടെ ഞാൻ കാണുന്നില്ല. നിങ്ങളൊരു സാമൂഹിക പശ്ചാത്തലത്തെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അവിടെ കാണുന്നത് നിങ്ങളുടെ രാഷ്ട്രീയം. അതെന്തോ ആയിക്കോട്ടെ. ഇപ്പം ഞാൻ ഇടതുപക്ഷ ചായ്വുള്ള ചിന്താഗതിക്കാരനാണ്. പക്ഷേ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അതായത് ഉമ്മൻചാണ്ടിയുടെ സമയത്ത് നിങ്ങൾ ഈ പോസ്റ്റ് ഇട്ടല്ലോ, പിന്നെ എന്താ ഇപ്പോൾ ഇടാത്തത് എന്നുള്ള കാര്യം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നിങ്ങൾ ഹൈബിയുടെ തന്തയ്ക്കും വിളിക്കുന്നു. അതേസമയം തന്നെ ഈ ഒരു വിഷയത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ സംസാരിച്ചവരൊക്കെ നിങ്ങൾ ചേർത്ത് തീർത്തിട്ട് നിന്റെ അമ്മയുടെ നായർ ചാണ്ടിയാണെങ്കിൽ അയാളും ചത്തു എന്ന് പറയുന്നത് ശരിയായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ സാമൂഹിക പശ്ചാത്തലം ഞാൻ മനസ്സിലായി. കഴിഞ്ഞ ദിവസം വേടൻ്റെ ഒരു വിഷയം വേണ്ടി ഞാനൊരു സുഹൃത്തോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു വേടൻ ജാതീയത ഉപയോഗിക്കുകയാണ്, ജാതിക്കാട് ഇറക്കുകയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അയാളുടെ സാമൂഹിക പശ്ചാത്തലം മനസ്സിലാകത്തോണ്ട് അങ്ങനെ പറയുന്നത്. നിങ്ങൾ ആ പശ്ചാത്തലത്തെക്കുറിച്ച് കേട്ട് കാണില്ല, ചിലപ്പോൾ കേട്ട് കാണും. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടില്ല. കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സാമൂഹ്യ പശ്ചാത്തലത്തിലുള്ള ആളുകൾ ഒരു കോളനിയിൽ താമസിക്കുമ്പോൾ ആ കോളനിയെ പുറത്തുള്ള ആളുകൾ കണ്ടിരുന്ന രീതി, ആ കുട്ടി ആൾക്കാർ കണ്ടിരുന്ന, എന്തിനു പറയുന്നു, ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു തെറിയാണ് പെലേന്തല്ലി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പുലേ ജാതിയിൽപ്പെട്ട ഒരു വ്യക്തി എന്നെ തല്ലിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ അപമാനമില്ലെന്ന അർത്ഥത്തിലാണ് ഈ പെലേന്തല്ലി എന്ന് വിളിക്കുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് ഫുട്ബോൾ കളിക്കാൻ നിൽക്കും. ഈ ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ മേത്ത കഴുക്കായിരിക്കുമല്ലോ. വീട്ടിലേക്ക് വരുന്ന നമ്മളെ വീട്ടുകാർ വിളിക്കുന്ന നേതൃത്വം പൊലേനെ പോലെ വരുന്നുണ്ടെന്ന് പറയുന്നത് മേത്ത അഴുക്കാരെ ഫുട്ബോൾ കളിച്ചിട്ടാണ്. ആ ഡിസ്ക്രിമിനേഷനിലൊക്കെ ഉണ്ടായതാണ് ഇത്തരം പ്രയോഗങ്ങൾ. അതിനേക്ക് അതിജീവിച്ച് വന്നയാളുകൾ വേടനെ പോലെ അല്ലെങ്കിൽ വിനായകനെ പോലുള്ളവർ, അതൊക്കെ മനസ്സിലാക്കുമ്പോഴും ഇത്തരത്തിൽ രീതിയിലുള്ള പ്രസ്താവന, ഈ 4 വരികൾ, അതേപോലെ അരുൺകുമാർ നടത്തിയ ആ കമ്പാരിസൺ ഒരുപോലെ തിരുത്തപ്പെടേണ്ട കാര്യമാണ്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.